വിനീത വേണുകൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനീത, ഇപ്പോൾ ആരൊക്കെ ആയുധമാക്കുന്നു, ആർക്കൊക്കെ ആയുധമാകുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണ ആരോപണം എന്നുള്ളതാണല്ലോ. ഇവിടെ സംസ്ഥാന BJP-യിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇന്ന് പോലും അത്തരം പ്രതികരണങ്ങൾ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ തട്ടിപ്പ് വാർത്ത, ഭൂമി കുംഭകോണ വാർത്ത പുറത്തു വരുന്നത്. ഇത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്കാണ് ഇത് നയിക്കാനിരിക്കുന്നത്? സ്മൃതി, തീർച്ചയായും BJP-യിൽ അത് ദേശീയ തലത്തിൽ തന്നെ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്മൃതി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന BJP-യിൽ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ പടയൊരുക്കം നടത്തുകയാണ്. ഏകാധിപതിയെ പോലെ രാജീവ് ചന്ദ്രശേഖർ പെരുമാറുന്നെന്ന് ആരോപിച്ചുകൊണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ സ്മൃതി, കഴിഞ്ഞ ദിവസം നമ്മൾ രാജീവ് ചന്ദ്രശേഖരന്റെ വിഷ്വൽസ് കണ്ടിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അദ്ദേഹം മഴ നനഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ചിത്രമൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ സമരത്തിൽ, അതായത് സംസ്ഥാന സർക്കാരിനെതിരെ സ്വർണ്ണക്കൊള്ളയുമായി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരം BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയതാണ്. പക്ഷേ അതിൽ മുൻ അധ്യക്ഷന്മാരാരുമില്ല സമരത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന BJP-യിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ BJP-യിൽ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലായ മറ്റൊരു ഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. അതിനിടയിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന രീതിയിൽ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോവുകയും ചെയ്യും. മാത്രമല്ല, കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടകയിൽ അല്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഈ വിഷയം ഉയർന്നു വരികയും ചെയ്യും. മാത്രമല്ല, മുൻ മന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് ഈ കേസ് ഒതുക്കി തീർക്കുന്നതിനുൾപ്പെടെ എന്തൊക്കെ ഇടപെടലുകൾ രാജീവ് ചന്ദ്രശേഖർ നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണം വേണം എന്നതാണ് ആവശ്യം. നോക്കൂ, 1994-ലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിന് കിടാപുഴി, അതായത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് വഴി ഇത്തരത്തിൽ വലിയ തുക ലഭിക്കുന്നത്. അന്ന് കർഷകരുടെ ഭൂമിയാണ് ഇതെന്ന് ഓർക്കണം സ്മൃതി. CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കർഷകരുടെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്, അതിൽ ഫാക്ടറി സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യാപിതാവും ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരാണ്. ഭാര്യയും ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. നോക്കൂ, എത്ര വലിയ തട്ടിപ്പാണ്. 6 കോടി രൂപയുടെ നിക്ഷേപം നടത്തി ഏതാണ്ട് 313 കോടി രൂപയുടെ അധികം അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. നേരത്തെ സംസാരിച്ച പരാതിക്കാരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ വെച്ച് 500 കോടിയുടെ അഴിമതിയോളം നടന്നിട്ടുണ്ടാകാം എന്നതാണ് പറയുന്നത്. അതായത് വർഷങ്ങളോളം ഭൂമി കൈവശം വെക്കുകയാണ്, എന്നിട്ടും ഒരു പ്രവർത്തനവും ഇതിൽ നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ഭൂമി മാരുതി സുസുക്കിക്ക്, ഒരു സ്വകാര്യ കമ്പനിക്ക് മറിച്ചു വിൽക്കുകയാണ്. ഇതിൽ മറ്റ് സർക്കാരുകളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നറിയണം. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇതിൽ പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും വ്യക്തവുമാണ്. ഭൂമി നൽകിയ കർഷകർക്ക് ലഭിച്ചത് സ്മൃതി 1 ലക്ഷം രൂപയാണ് ഏക്കറിന് ലഭിച്ചത്. 500 കോടിയുടെ തട്ടിപ്പ് നടക്കുമ്പോൾ കർഷകന് ലഭിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. അത്ര വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഭൂമി വിൽക്കുന്നതിന് മുൻപ് ഇത് ബാങ്കിൽ പണയം വെക്കുകയും ചെയ്തു എന്നതാണ് ആരോപണം. ഈ ഫാക്ടറി ഉണ്ടാക്കുകയോ തൊഴിൽ നൽകുകയോ ഒന്നും ചെയ്തില്ല. അതിനു പകരം ഈ ഭൂമി ആദ്യം പണയം വെക്കുന്നു, പിന്നീട് അത് മറിച്ചു വിൽക്കുന്നു എന്നതാണ് ഈ അഭിഭാഷകൻ കൃത്യമായി തന്നെ പറയുന്നത്. ഇതിൽ അദ്ദേഹം ജഗദീഷ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതിൽ പരാതി നൽകിയതിന് പിന്നാലെ വലിയ രീതിയിൽ അദ്ദേഹം ഭീഷണി നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ലീസിന് നൽകിയ ഭൂമിയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ രേഖകളൊക്കെ എടുത്തതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുകയാണ്. പറഞ്ഞുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നു, അത് ആദ്യം പണയം വെക്കുന്നു, പിന്നീട് അത് വിൽക്കുകയും ചെയ്യുന്നു, ഫാക്ടറി കെട്ടും, തൊഴിൽ നൽകുമെന്നൊക്കെയായിരുന്നു വാഗ്ദാനം. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. കർണാടക യോഗായുക്തയും ഇത് സംബന്ധിച്ച പരാതിയുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യമാണുള്ളത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെ തന്നെ, അല്ലെങ്കിൽ ഈ വിഷയം തന്നെ ഇല്ലാതാക്കുന്നതിന് ശ്രമിച്ചു എന്നതാണ്. പക്ഷേ അഡ്വക്കേറ്റ് ജഗദീഷിനെ പോലുള്ള ആളുകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വരെ ഈ വിഷയം എത്തി നിൽക്കുകയാണ്. ഇതിനി കോടതിയുടെ നിലപാടുകൾ ഏറെ നിർണായകമാണ്. മുൻ കേന്ദ്രമന്ത്രി, നിലവിൽ BJP-യുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കുറുക്കുമുറുകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ തന്നെയാണ്, രേഖകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിനിത, അതിൽ രാജീവ് ചന്ദ്രശേഖരന് സഹായം ചെയ്ത് അന്നത്തെ BJP സർക്കാരിലെ ഒരു മന്ത്രിയുടെ പേരടക്കം നേരത്തെ ജഗദീഷ് പറയുന്നുണ്ടായിരുന്നു. ആ മന്ത്രി പല അഴിമതി ആരോപണങ്ങളും പെട്ട് നേരത്തെ ജയിലിൽ പോയി എന്നടക്കമുള്ള വിവരങ്ങളാണ്
അദ്ദേഹം നൽകിയത് കട്ട സുബ്രഹ്മണ്യ നായിഡു എന്ന മന്ത്രിയെക്കുറിച്ചുള്ള കാര്യം, മുൻ മന്ത്രിയെക്കുറിച്ചുള്ള ആ പേര് കൂടിയാണ് നേരത്തെ അഭിഭാഷകൻ നമ്മളോട് വെളിപ്പെടുത്തിയത്. ഞാൻ പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഇതൊരു വലിയ ഭൂമി കുംഭകോണം എന്നതിനപ്പുറം കർഷകരെ ചൂഷണം ചെയ്യൽ കൂടിയാണല്ലോ. ഒരേക്കറിന് വെറും 1 ലക്ഷം രൂപ കിട്ടിയ പാവങ്ങളാണ്. ആ പണം ചെറിയ തുക കൊടുത്ത ഭൂമി വാങ്ങി അത് പിന്നീട് മറിച്ചു വിൽക്കുന്ന രൂപത്തിലേക്ക് അത് പോവുക, അതിൽ കോടികളെ ലാഭമുണ്ടാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി എന്ന രൂപത്തിൽ വ്യാവസായിക ആവശ്യത്തിന് എന്ന പേരിൽ ആ ഭൂമി ചെറിയ തുകയ്ക്ക് എത്ര കർഷകരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു, എത്ര കർഷകർ ഈ തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ടോ പ്രസാദ്? അശ്വതി, ഇതിലാകെ 1,50,000 ഏക്കർ എന്നാണ് ഒരു ഏകദേശ കണക്ക് പറയുന്നത്. അത് കൃത്യമാവാനുള്ള ഒരു സാധ്യതയില്ല. എന്തായാലും അതിൽ കൂടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. 1,50,000 ഏക്കർ ഭൂമി എന്നുള്ളത് അത് കർഷകരുടെ ഭൂമിയാണ്. ശ്രുതി ഇപ്പോൾ പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രുതി. അതായത് ഇതിൽ കർഷകരുടെ കണ്ണീരുണ്ട് എന്നുള്ളതാണ്. കാരണം സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അത് വിട്ടുകൊടുക്കുകയല്ലാതെ കർഷകരുടെ ഒന്നും മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് കരുതിയാൽ ഏതെങ്കിലും ഒരാൾക്ക് അതിൽ പ്രതിരോധം തീർത്ത് നിൽക്കാൻ കഴിയില്ല. അത് കൊടുക്കേണ്ടി വരും. പദ്ധതികൾ അങ്ങനെയാണ്. ഒരുപക്ഷെ അന്ന് കർണാടക സർക്കാർ ഈ പറയുന്ന കർഷകരിൽ നിന്ന് ഭൂമി കൂട്ടത്തോടെ ഏറ്റെടുക്കുന്ന സമയത്ത് കർഷകരോട് പറഞ്ഞതും അത് തന്നെയായിരിക്കും. നിങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നു, പകരം നിങ്ങൾക്കൊരു നഷ്ടപരിഹാരം തരാം. അത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ വിലയല്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ദേശീയപാതയാണെങ്കിൽ പൊന്നും വിലയൊക്കെ കൊടുത്താണ് ഭൂമി ഏറ്റെടുക്കുന്നത്. അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് 1 ഏക്കറിനാണെന്ന് ഓർക്കണം ശ്രുതി. 1 ഏക്കറിന് 1 ലക്ഷം, അതായത് 1,10,000 രൂപ മാത്രം 1 ഏക്കറിന് കിട്ടുന്നു എന്നുള്ളതാണ്. 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെന്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 1 സെന്റിന് വളരെ കുറച്ച് വില എന്നുള്ളതാണ്. 1000 രൂപ പോലും ഇല്ലാത്ത തുകക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിക്ക് പാട്ടത്തിന് കൊടുക്കുന്നത്. പാട്ടത്തിന് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ മറ്റു തരത്തിൽ കർഷകൻ ചിലപ്പോൾ അങ്ങനെയെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടാകാം. സംസ്ഥാനത്ത് വലിയ വികസനം വരാൻ പോകുന്നു, കളർ ടിവിയുടെ യൂണിറ്റ് വരുന്നു, ട്യൂബിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ബാറ്ററിയുടെയും ഫാക്ടറികൾ, മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നു എന്നൊക്കെ ഒരുപക്ഷെ അവരും സ്വപ്നം കണ്ട് കാണണം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഈ ഭൂമി പൂർണ്ണമായും സർക്കാരുമായി ചേർന്നുകൊണ്ട് കൈവശം വയ്ക്കുകയാണ്, വാങ്ങിക്കുകയാണ് സർക്കാരിൽ നിന്ന്. അതിനുശേഷം അത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വയ്ക്കുന്നു, അതിൻ്റെ പുറത്ത് ലോൺ എടുക്കുന്നു, പിന്നീട് അത് മറിച്ച് വിൽക്കുന്നു. മറിച്ച് വിൽക്കുന്ന സമയത്ത് ആകെയുള്ള 250 ഏക്കറിൽ 175 ഏക്കറിലെ ഒരു കുറച്ച്, അതായത് 100-ൽ താഴെ ഏക്കറിൻ്റെ കണക്കെടുക്കുമ്പോൾ മാത്രം ഏതാണ്ട് 313.9 കോടി രൂപയുടെ രേഖകൾ സഹിതം നമുക്ക് കിട്ടുകയാണ്. അതായത് ഇത്ര കോടിയുടെ കൃത്യമായ കണക്കുണ്ട്. പരാതിക്കാരൻ പറയുന്നത് 500-ലധികം കോടി എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 500 കോടി തന്നെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇതൊരു ഭൂമി തട്ടിപ്പിനും അപ്പുറം ഇതൊരു ഭൂമി കുംഭകോണമാണ്. മാത്രമല്ല പാവപ്പെട്ട ആ കർഷകരുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ വ്യവസായികളെ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഭൂമി ലീസിന് കൊടുക്കുന്നത്, ലീസിന് കൊടുക്കുന്നത്. അങ്ങനെ പാട്ടഭൂമിയാണ് അവർ പിന്നീട് മറിച്ച് വിൽക്കുന്നത് കോടികൾ ആയിട്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അന്നത്തെ മന്ത്രിമാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കട്ട സുബ്രഹ്മണ്യെ പോലെയുള്ള നേരത്തെ വലിയ വിവാദങ്ങളിലൊക്കെ അകപ്പെട്ട മന്ത്രിമാരുടെ പിന്തുണയോടുകൂടി ഒരുപക്ഷെ BJP നേതാവ് എന്ന ഒരു അധികാരമോ അതല്ലെങ്കിൽ ആ ഒരു സ്വാധീനമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ മാസം 2ാമത്തെ ആഴ്ച ഒരു പരാതിയായി അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നു, ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലേക്ക് വരുന്നു, എല്ലാ അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്കും വരുന്നു. ഇതിലിപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളത് ഇന്ന് കർണാടകം ഭരിക്കുന്നത് അത് അവിടുത്തെ കോൺഗ്രസ് ആണ് എന്നതാണ്. അവിടെ ഇപ്പോൾ BJP അല്ല അധികാരത്തിൽ ഇരിക്കുന്നത്. നേരത്തെ BJP ഉള്ള സമയത്ത് നടത്തിയ വലിയ കുംഭകോണം അത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് പരാതിയായി എത്തുമ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെയാകുമ്പോൾ രാഷ്ട്രീയമായി എങ്ങനെ അവരത് ഉപയോഗിക്കും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാനത്തെ ഇപ്പോൾ ഈയിടെ BJP സംസ്ഥാന അധ്യക്ഷനായി വന്ന രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിയിൽ നിന്നടക്കം കടുത്ത എതിർപ്പ് നേരിടുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വിവരം കൂടി രേഖകൾ സഹിതമുള്ള പരാതിയായി
വലിയ കോടികളുടെ ഭൂമി കുംഭകോണത്തിന്റെ വാർത്തയും പുറത്തേക്ക് വരുന്നത്. ഇതെന്തായാലും നിസ്സാരമായി തള്ളിക്കളയാൻ BJP അണികൾക്കും കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനോട് ഇടഞ്ഞു നിൽക്കുന്ന BJPയിലെ തന്നെ നേതാക്കൾ ഇത് ആയുധമാക്കും, പരസ്യമായിട്ടല്ലെങ്കിൽ പോലും എന്ന കാര്യം ഉറപ്പാണ്. കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കേരളത്തിലെ CPIM നേതാക്കൾക്ക് ഇതൊരു പിടിവള്ളിയാണ്. ഉറപ്പായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ ഗുരുതരമായ ഭൂമി കുംഭകോണ ആരോപണം വരുന്നു. കർഷകരുടെ ഭൂമി ചുളുവിലേക്ക് വാങ്ങിയെടുത്ത് കോടികൾക്ക് മറിച്ചു വിറ്റ മുതലാളിയായി രാജീവ് ചന്ദ്രശേഖരൻ മാറുന്നു ഈ തെളിവുകൾ പുറത്തു വരുന്നതോടുകൂടി എന്നുള്ളതാണ് സ്മൃതി. ശരി, റോഷിബാലിലേക്കും സായികുമാറിലേക്ക്. സായികുമാർ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണം